ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ റയലിന് താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒന്നോ രണ്ടോ താരങ്ങളെ കൊണ്ടുവരാനാണ് റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നത്. അന്റോണിയോ റൂഡിഗർ, ഡേവിഡ് അലാബ എന്നിവരെ ഒഴിവാക്കാൻ റയലിന് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും വില്യം സാലിബ, ഇബ്രാഹിമെ കൊനാറ്റെ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. കൂടാതെ ഉപമക്കാനോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇതിനൊക്കെ പുറമെ പ്രീമിയർ ലീഗ് താരങ്ങളായ മാർക്കി ഗ്യൂഹി, അതുപോലെ തന്നെ മിക്കി വാൻ എന്നിവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും മാർക്കയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹൊസെ ഫെലിക്സ് ഡയസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് ലിവർപൂൾ താരമായ ഇബ്രാഹിമെ കൊനാറ്റയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് ആദ്യമായി നടത്തി തുടങ്ങി എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യമായി കൊണ്ട് ഈ താരത്തിന്റെ ക്യാമ്പിനെ റയൽ മാഡ്രിഡ് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ താരത്തിലുള്ള വിശ്വാസം അത് ലിവർപൂളിന് ഇപ്പോൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് താരം ഇനി കരാർ പുതുക്കാൻ സാധ്യതയില്ല. അർണോൾഡിനെ നഷ്ടപ്പെട്ടതുപോലെ താരത്തെയും നഷ്ടമാവുകയാണ് എന്നുള്ളത് ലിവർപൂൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് മാർക്കയുടെ ഈ മാധ്യമ പ്രവർത്തകൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഉപമക്കാനോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. താരത്തിന്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. ഇത് ബയേണുമായി പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് റയലിലേക്ക് വരാൻ ഉപമക്കാനോക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. അത് അദ്ദേഹം തൻ്റെ ഏജന്റുമാരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഏജന്റുമാർ താരത്തെ റയലിന് ഇപ്പോൾ സ്വയം ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഉപമക്കാനോയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അവർ എടുത്തിട്ടില്ല. ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് അടുത്ത സമ്മറിൽ ഇബ്രാഹിമെ കൊനാറ്റെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഉപമക്കാനോയെ കൊണ്ടുവരാനുള്ള ഒരു അവസരം അവിടെയുണ്ട്. അത് റയൽ മാഡ്രിഡ് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.